എല്ലാവർക്കും ഡിയർ സ്റ്റോറീസ് ചാനലിലേക്ക് വെൽക്കം. ഇന്ന് സൈൻ ഓഫ് അഫെക്ഷൻ്റെ എപ്പിസോഡ് 2ൻ്റെ സ്റ്റോറിയാണ് കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അന്ന് ഇൻട്രാക്ട് ചെയ്ത ദിവസം തൊട്ട് ഇറ്റ്സോമീനെ ഓർക്കുമ്പോഴെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു തരം ഫീലിങ്സാണ് അവളുടെ ഹൃദയം നിറയെ. അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ വന്ന് ചോദിക്കും, സ്വപ്നം കണ്ട് നിൽക്കുന്നതൊക്കെ കൊള്ളാം, കോളേജിൽ പോണില്ലേന്ന്. സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന യുക്കിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ടൈം ഒത്തിരി പോയെന്ന്. സോ അവൾ റെഡിയാവാൻ പോകുന്നു. അങ്ങനെ കോളേജിൽ ചെല്ലുന്ന യുക്കി റിന്നിനെ മീറ്റ് ചെയ്യുന്നു. ഫൈനലി ഇറ്റ്സോമിയുടെ നമ്പർ കിട്ടിയല്ലേ എന്ന് റിൻ യുക്കിനോട് പറയുന്നു. റിൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് യുക്കി റിന്നിന് താങ്ക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. റിന്നിന് അപ്പോൾ ക്യൂരിയോസിറ്റി, നമ്പർ ചോദിച്ച ടൈമിൽ യുക്കി നെർവസ് ആയിരുന്നു എന്ന്. യുക്കി ആണെങ്കിൽ നെർവസ് ആയിരുന്നെന്ന് കാണിക്കുന്നു. ഇറ്റ്സോമിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ യുക്കി നെർവസ് ആണ്. പിന്നെ സംസാരിക്കണ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഇറ്റ്സോമി അന്ന് അയച്ച മെസ്സേജ്, യുക്കിയുടെ വേൾഡിലേക്ക് അവനെ കൂടി അനുവദിക്കില്ലേ എന്നുള്ളത്. എക്സൈറ്റഡ് ആയിട്ട് അവൾ വീണ്ടും ആ മെസ്സേജ് നോക്കാൻ പോകുന്നു. ഈ സമയം റിൻ ടൈപ്പ് ചെയ്ത് പറയും, ഇന്ന് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞങ്ങളുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് ക്ലബ് സ്ഥിരം മീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. എന്നിട്ട് റിൻ ഇറ്റ്സോമിനെ കാണിച്ചു കൊടുക്കും. ഇറ്റ്സോമി ആണെങ്കിൽ 2 പെൺകുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും അവൻ്റെ ഒപ്പം ഗേൾസ് ആണല്ലോ എന്ന് റിൻ അറിയാതെ പറയും. യുക്കി ഇനി ഇത് തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് വെച്ച് റിൻ പറയും, കുറച്ചു മുൻപ് വരെ ബോയ്സും ഇവിടെ ഉണ്ടായിരുന്നെന്ന്. ഇതിനൊക്കെ യുക്കി വെറുതെ ചിരിക്കുന്നേയുള്ളൂ. അവൾ ആ പെൺകുട്ടികളെ നോക്കി അവർ പ്രെറ്റിയാണെന്ന് വിചാരിക്കുന്നു. അവൻ്റെ ലിപ് മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ജാപ്പനീസ് അല്ല സംസാരിക്കുന്നതെന്ന്. ഇനി അന്ന് അവൻ മെസ്സേജ് അയച്ച് ഉദ്ദേശിച്ചത് ഡെഫായിട്ടുള്ളവരെ കാര്യമായിട്ടങ്ങനെ മീറ്റ് ചെയ്യാത്തോണ്ട് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന രീതിയിലായിരിക്കുമോ? എന്ത് തന്നെ ആയാലും അവൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിൽ ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ യുക്കി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സോമി ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടോ പോവുകയാണ്. ഇറ്റ്സോമിനോട് സംസാരിക്കണമെന്ന് യുക്കിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൻ പോകുന്നത് കണ്ട് പെട്ടെന്ന് സീറ്റിൽ നിന്ന് അവൾ എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് റിൻ ഇറ്റ്സോമി എന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് വിളിക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് യുക്കിനെ അവൻ കാണുന്നത് തന്നെ. അവൾ ബായിന്ന് കാണിക്കുമെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. ഇറ്റ്സോമി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ട് യുക്കി നെർവസ് ആയിട്ട് ആദ്യമൊന്നും അവൻ്റെ നേരെ നോക്കുന്നില്ല. അവൾ സൈനൊന്നും കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ റീസൺ ടൈപ്പ് ചെയ്യാനായിട്ട് യുക്കി ഫോൺ എടുക്കും. ഈ ടൈം ഇറ്റ്സോമി അവളോട് ചേർന്ന് നിൽക്കുവാണ്. അതുകൊണ്ട് നെർവസ് ആയിട്ട് യുക്കിക്ക് ടൈപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒരു വിധത്തിൽ അവൾ ടൈപ്പ് ചെയ്ത് പറയും, കോളേജിലായോണ്ടാണ് കാര്യമായിട്ട് സൈൻ യൂസാക്കാത്തതെന്ന്. ഇതെല്ലാം കണ്ട് ഇറ്റ്സോമി അവളെ ക്യൂട്ടെന്ന് പറയും. ലിപ്സ് റീഡ് ചെയ്തിട്ട് യുക്കി ആവും കൺഫ്യൂസ്ഡ് ആണ്. അവൻ ക്യൂട്ടെന്ന് തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന്. പിന്നെ ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് അവൻ പോകാൻ തുടങ്ങുന്നു. അവൻ എങ്ങോട്ടായി ഇത്തവണ പോകുന്നതെന്ന് അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. തലപ്പേര് മൗത്ത് ചെയ്യാൻ ഇറ്റ്സോമി ശ്രമിക്കുന്നുണ്ടെങ്കിലും യുക്കിക്ക് മനസ്സിലായില്ല. സോ ലാവോസിലേക്കാണ് പോകുന്നതെന്ന് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ബായ് ഒക്കെ പറഞ്ഞ് അവൻ പോവുകയാണ്. അങ്ങനെ ചെന്നിരിക്കുമ്പോൾ റിൻ പറയുവാണ്, യുക്കി ഇറ്റ്സോമിയുടെ കൂടെ ഉള്ളപ്പോഴെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കണ്ടാൽ യുക്കി ശരിക്കും ഇറ്റ്സോമിയായിട്ട് ഇഷ്ടത്തിലാണെന്നേ പറയൂ. യുക്കി പെട്ടെന്ന് ചാടിക്കയറി പറയും, അത്രയ്ക്കൊന്നും ആയിട്ടില്ല, ഞാൻ ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ. യുക്കി ഗ്ലോ ചെയ്യുന്ന പോലെ ആയിരുന്നുവെന്ന് റിൻ പറയുമ്പോൾ യുക്കിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ക്രഷും ലവും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ അവൾക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് റിൻ, ദേ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് നിന്നെ നോക്കുന്നെന്ന് പറഞ്ഞ് ഓഷീനെ കാണിച്ചു കൊടുക്കും. ഇത്രയും നേരം ഇറ്റ്സോമിയും യുക്കിയും തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ ശ്രദ്ധിച്ച് ഓഷി മേളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. യുക്കി അവനെ നോക്കുമ്പോൾ സൈൻ ലാംഗ്വേജിൽ ഓഷി ചോദിക്കും, കുറച്ചു മുമ്പ് കണ്ടത് ആരായിരുന്നെന്ന്. ഫ്രണ്ടായിരുന്നെന്ന് യുക്കി കാണിച്ചിട്ട് ചോദിക്കും, അവൻ എന്തെടുക്കുകയാണെന്നൊക്കെ. ഒന്നുമില്ലെന്ന് ഓഷി കാണിക്കുന്ന നേരം അവന്റെ ഫ്രണ്ട് അടുത്തേക്ക് വന്ന് സംസാരിക്കുവാണ്. സൈഡിൽ നിന്ന് ലിപ്സ് റീഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് യുക്കിക്ക് അവര് എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ സമയം ഫ്രണ്ട് വന്നിട്ട് ഓഷിനോട് പറയുവാണ്, ആ ഗേൾസിനെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ, നിന്റെ ഫ്രണ്ട്സ് ആണല്ലേ, ഇടയ്ക്ക് വിളിക്കേ, നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കാൻ പോകാം. ഓഷി ലോങ് ഹെയർ ഉള്ള ഗേൾ ഡെഫാണെന്ന് പറയുമ്പോൾ ഫ്രണ്ടിന് സംശയം, ഹിയറിംഗ് എയ്ഡ് ഉള്ളതുകൊണ്ട് ഹെൽപ്ഫുൾ അല്ലേന്ന്. ഓഷി പറയും, അതുകൊണ്ട് കാര്യമില്ല, അവൾ കംപ്ലീറ്റ്ലി ഡെഫാണ്. ഇത് കേട്ട് കോംപ്ലിക്കേറ്റഡായി ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിന് അവളോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അവൻ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകുന്നു. യുക്കി ഓഷിനോട് ചോദിക്കും അവരെന്താ സംസാരിച്ചത് എന്നൊക്കെ. പക്ഷേ തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യാതെ ഓഷി പോവുകയാണ്. അവൻ ഇഗ്നോർ ചെയ്ത് പോയല്ലോ എന്ന് ആലോചിച്ച് യുക്കി ഇരിക്കുമ്പോൾ റിൻ അവൾക്ക് മെസ്സേജ് അയക്കുവാണ്. ഓഷി സൈൻ ലാംഗ്വേജ് യൂസാക്കി സംസാരിക്കുന്നത് കണ്ട് റിൻ വളരെ സർപ്രൈസ്ഡ് ആണ്. അപ്പോൾ യുക്കി പറയും, സൈൻ ലാംഗ്വേജിൽ ഓഷി ഭയങ്കര മീനായിട്ടാണ് അവളോട് സംസാരിക്കുന്നത് എന്നൊക്കെ. സ്റ്റിൽ റിൻ വളരെ ഇംപ്രസ്ഡ് ആണ്. ഓഷി ആക്ച്വലി സൈൻ ലാംഗ്വേജ് പഠിച്ചല്ലോ എന്നോർത്ത്. ഈ സമയം ഇറ്റ്സോമി യുക്കിക്ക് മെസ്സേജ് അയക്കുവാണ്, തിരിച്ചു വരുമ്പോൾ മെമൻറ്റോ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. മെസ്സേജ് കണ്ട് സ്മൈല് ചെയ്യുന്ന യുക്കിയുടെ കവിളിൽ തൊട്ടിട്ട്
റിൻ പറയുവാണ്, കണ്ടോ നിന്റെ ഫേസ് വീണ്ടും ഗ്ലോ ചെയ്യുവാണ്. യൂക്കി അപ്പോൾ റിന്നിന് മെസ്സേജ് ചെയ്യും. അവൾക്ക് ഡിഫറൻസ് മനസ്സിലാവാത്തോണ്ട് റിന്നിന് എന്താണ് തോന്നുന്നത്? ഇത് ലവ് ആണോ ക്രഷ് ആണോ? പിന്നെ റിൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ബോസിനോട് ക്രഷ് ആണെന്നുള്ള കാര്യം. റിൻ അപ്പോൾ പറയും, കഴിഞ്ഞ ദിവസം കണ്ടതിൽ പിന്നെ വെറും ക്രഷ് അല്ല, ശരിക്കും എനിക്കിഷ്ടമാണ്. ആള് ഭയങ്കര നൈസാണെന്നേ. നിനക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നീയായിട്ട് ഒരെണ്ണം അങ്ങ് ചൂസ് ചെയ്താൽ മതി. അങ്ങനെ റിൻ പറയുമ്പോൾ യൂക്കി ചോദിക്കുന്നുണ്ട്, അങ്ങനെ എനിക്കൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. യൂക്കി ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും അവൾ ഇറ്റ്സോമിക്ക് റിപ്ലൈ അയക്കും, മെമൻറ്റോ വേണമെന്നൊക്കെ പറഞ്ഞ്. യൂക്കി അങ്ങനെ അവനെപ്പറ്റി വീണ്ടും ആലോചിച്ചിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്ന ഓഷീനെയാണ്. അവന്റെ പിറകെയുള്ള ഒരാൾ AFC ഗേറ്റ് കടന്നു പോകുമ്പോൾ സെക്യൂരിറ്റി പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആളുടെ ടിക്കറ്റ് വാലിഡ് അല്ലായിരുന്നു. അയാൾ ഓഷീനെ പാസ് ചെയ്തു പോകുമ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് കണ്ടവൻ മനസ്സിലാക്കുന്നു ആൾ ഡെഫാണെന്ന്. സോ പിറകെ ചെന്ന് ആളോട് സൈനിൽ കാണിക്കും, ഇങ്ങനെ സെക്യൂരിറ്റി വിളിച്ചിരുന്നു, ഫെയറിന്റെ ഇഷ്യൂ ആയിരിക്കുമെന്ന്. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നെന്ന് ആൾക്ക് മനസ്സിലാവുന്നത്. ഓഷീനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അയാൾ തിരിച്ച് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട് ഒരു പപ്പീനെയും പിടിച്ച് പുറത്തൊരു ലേഡി നിൽക്കുന്നുണ്ട്. ഇസുമിന്ന് വിളിച്ച് ഓഷി അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇസുമി അവനോട് പറയുവാണ്, ചില ടൈമിലപ്പോ നീ നല്ലയാളുമാണല്ലേ. യൂക്കിയുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്തും നീ സൈൻ ലാംഗ്വേജ് യൂസ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഡെഫ് ആയിട്ടുള്ളവർക്ക് ലൈഫ് വളരെ ഡിഫിക്കൽട്ട് ആണല്ലേ. ഇപ്പോൾ നീ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അയാൾ മനഃപൂർവ്വം പൈസ കൊടുക്കാതെ പോയതാണെന്ന് എല്ലാവരും കരുതിയനെ. ഓഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറയുവാണ്, നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ലെങ്കിൽ പെട്ടെന്ന് ഡേഞ്ചറിൽ ചെന്ന് ചാടും. ഡെഫ് ആയിട്ടുള്ളവർ എപ്പോഴും സേഫ് ആയിട്ടുള്ള സോണിൽ നിൽക്കുന്നതാണ് നല്ലത്. ഡെഫ് ആയിട്ടുള്ളവരെ പറ്റി വറീഡായിട്ട് ഓഷി അങ്ങനെയൊക്കെ പറയുന്നു. ഇനി യൂക്കീനെ കാണിക്കുന്നു. അവൾ ഇറ്റ്സോമി ഇപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ കൗതുകപ്പെടുന്നു. അവനോടുള്ള ഫീലിങ്സ് ക്രഷ് ആണോ ലവ് ആണോ എന്ന് അവൾക്ക് ഇപ്പോഴും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ രാത്രിയായി. ഇറ്റ്സോമി യൂക്കിക്ക് അവൻ്റെ ട്രിപ്പിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് വളരെ ക്യൂട്ടായിട്ട് അവൾക്ക് തോന്നുന്നു. അവൾ തീരെ കേട്ടിട്ടില്ലാത്ത സ്ഥലത്താണ് അവൻ പോയിരിക്കുന്നത്. അവൾ ക്യൂരിയസ് ആവുകയാണ്. ഇപ്പോൾ ഏത് സ്ഥലത്തായിരിക്കും അവനുണ്ടാവുക? അവിടെ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടാവും? എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്? ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പേടിയാവില്ലേ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് പിക്സ് നല്ലതാണെന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് അയക്കും. ഇറ്റ്സോമി റിപ്ലൈ അയക്കും, അവൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നെറ്റ് സ്ലോയാണ്, ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. സോ അടുത്ത ദിവസം കോളേജിൽ വരുമ്പോൾ നമ്മൾക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ. അവനെ മീറ്റ് ചെയ്യുന്ന കാര്യമോർത്ത് യൂക്കി വളരെ എക്സൈറ്റഡ് ആണ്. ഇനി വേറെ ഒരു ദിവസം കാണിക്കുന്നു. പതിവിലും നേരത്തെയാണ് യൂക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ക്രോസ് ചെയ്യാനായിട്ട് ഇന്റർസെക്ഷനിൽ നിൽക്കുമ്പോൾ അവൾ ഇറ്റ്സോമിനെ കാണും. അവൻ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവൾ ഹായ് എന്ന് കാണിക്കുന്നു. ഗുഡ് മോർണിംഗ് എന്ന് സൈൻ ലാംഗ്വേജിൽ അവൻ കാണിച്ചത് കണ്ട് യൂക്കി സർപ്രൈസ്ഡ് ആവുന്നു. തിരിച്ച് ഗുഡ് മോർണിംഗ് കാണിക്കുന്ന ടൈമിൽ യൂക്കിക്ക് തോന്നുവാണ് അവളുടെ ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നതൊക്കെ വിയേർഡായിട്ടാണെന്ന്. ഇറ്റ്സോമിനെ മീറ്റ് ചെയ്തത് മുതൽ അവളുടെ ലോകം വലുതാകുന്ന പോലെയാണ്. ഇത് വെറും ക്രഷ് അല്ല, പ്രണയം തന്നെയാകാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു. ജപ്പാനിൽ തിരിച്ചെന്നാണ് എത്തിയത്, കോമൺ ഗ്രീറ്റിംഗ്സിനുള്ള സൈനൊക്കെ പഠിച്ചോ എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ യൂക്കിക്ക് ചോദിക്കണമെന്നുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഫോൺ എടുക്കാൻ നേരം അവൻ അവളോട് കൈ കാണിക്കാൻ പറയും. അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് കൈ നീട്ടുമ്പോൾ അവൻ കൈ പിടിച്ച് അതിലൊരു മെമൻറ്റോ വെച്ചു കൊടുക്കും. ലാവോസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവൻ കൈ പിടിച്ചപ്പോൾ തന്നെ അവൾ സർപ്രൈസ്ഡ് ആയി. പിന്നെ മെമൻറ്റോ കൂടി കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പി ആവുകയാണ്. തൻ്റെ നോട്ട്ബുക്കിൽ താങ്ക്സ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നവൾ എഴുതി കാണിക്കുമ്പോൾ ഇറ്റ്സോമി അവളുടെ തലയിൽ തലോടും. ആ സമയത്ത് എന്തൊക്കെയോ അവൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫീലിങ്സിന്റെ ആധിക്യത്താൽ അവൾക്ക് നേരെ നോക്കാൻ കഴിഞ്ഞില്ല. ഇനി കാണിക്കുന്നത് യൂക്കി വീട്ടിലുള്ള സീനാണ്. മെമൻറ്റോ നോക്കിയിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ക്യൂട്ടായിട്ട് തോന്നുന്നു. അവൾ ആലോചിക്കുവാണ്, ഇറ്റ്സോമി ശരിക്കും തനിക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു വേൾഡിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ച ഡെഫായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിൽ നഴ്സറി തൊട്ട് ഹൈസ്കൂൾ വരെ ഒരേ ക്യാമ്പസിലായിരുന്നു. എൻ്റെ ഏജിലുള്ള 4 പേരുണ്ടായി. എല്ലാവരും നല്ല നൈസായിട്ടുള്ള ആളുകൾ. അങ്ങനെ സേഫ് ആയിട്ടുള്ള ആ സ്ഥലമായിരുന്നു എൻ്റെ ലോകം. അവിടെ എനിക്ക് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവിടം എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നുവെങ്കിലും പുറത്തുള്ള ലോകത്തെ കൂടുതൽ അറിയാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. ഇനി കാണിക്കുന്ന സീനിൽ യൂക്കി കോളേജിലാണ്. അവൾക്ക് റിന്നിനെ കണ്ട് ഇറ്റ്സോമിനെ പറ്റി കുറച്ചു കാര്യം പറയാനുണ്ടായി. പക്ഷേ റിൻ വേറെ 2 പേരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിന്നിനെ നോക്കി നിൽക്കുന്ന നേരം ഓഷി പിറകിൽ നിന്ന് വന്നവളെ തൊട്ടു വിളിക്കും. പിന്നെ അവര് സൈൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. ഓഷി ചോദിക്കും, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. യൂക്കി പറയും, ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന്. ഫ്രണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ നോക്കുമ്പോൾ യൂക്കിനെ കാണും.
അവർ സംസാരിക്കുന്നത് കണ്ട് ഓഷി പറയും സ്പ്രിംഗ് ബ്രേക്കിനുള്ള പ്ലാൻസ് ആണ് അവർ സംസാരിക്കുന്നതെന്ന്. ഇത് കണ്ട് യൂക്കി പറയും ഇങ്ങനത്തെ കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിലുമായി എന്ന്. ഓഷി ചെറുതായിട്ട് ചിരിച്ചോണ്ട് പറയും പക്ഷേ എനിക്കറിയാം നീ അവരെന്താ സംസാരിക്കുന്നതെന്നോർത്ത് ക്യൂരിയസ് ആണെന്ന്. പിന്നെ അവൻ ചോദിക്കും അത് നിനക്ക് നോട്ട്സൊക്കെ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്ത് തരുന്ന സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, അതിനെന്താണെന്ന് യൂക്കി ചോദിക്കുമ്പോൾ അവൻ പറയും പക്ഷേ നീ അവളെ വിളിച്ചത് ഫ്രണ്ട് എന്നല്ലേ എന്നൊക്കെ. യൂക്കി ആലോചിക്കുവാണ് ഓഷിയുടെ സൈൻ ലാംഗ്വേജ് വളരെ പോയിന്റഡ് ആണ്, പക്ഷേ ചില ടൈമിൽ അവന്റെ വിരലുകൾ വളരെ വീക്ക് ആൻഡ് ജെന്റിലായിട്ട് തോന്നും. അത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഉള്ളിന്റെ ഉള്ളിൽ എന്നെപ്പറ്റി അവൻ വറീഡാണെന്നാണ്. ഓഷി ചോദിക്കുവാണ് നീ എന്തിനാണ് കോളേജിലേക്ക് ശരിക്കും വരുന്നത്? അറിയാതെ ഇറ്റ്സോമി വന്നവളെ തട്ടും. അവളെ കണ്ടപ്പോൾ അവൻ വന്ന് തലയിൽ പിടിക്കും. യൂക്കിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുവാണ്. അവൾ ആലോചിക്കുവാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് അവൾ കോളേജ് ക്യാമ്പസിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവൾക്ക് തോന്നിയത് അവൾക്കറിയില്ലാത്ത കുറേ കാര്യങ്ങൾ അവിടെയുണ്ടെന്നും അവിടെ കോളേജ് സ്റ്റുഡൻസിനെ കണ്ടിട്ട് TV സ്റ്റാർസിനെ കണ്ടതുപോലെയുമാണ് തോന്നിയത്. ഒരു ഔട്ട്സൈഡ് വേൾഡ് തന്നെ. ഈ സമയം ഇറ്റ്സോമി ചെന്ന് റിനിനോടൊക്കെ സംസാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഓഷിക്ക് ഇറ്റ്സോമിനെ അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അവൻ യൂക്കിനോട് പറയും ഒത്തിരി കെയർലെസ് ആയിട്ട് നടക്കരുത് എന്നൊക്കെ. യൂക്കി ഇല്ല എന്ന് പറയും. ഇവർ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ട് റിനിന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നു അത് സൈൻ ലാംഗ്വേജ് അല്ലേ, അവർ എന്തായിരിക്കും സംസാരിക്കുന്നതെന്ന്. എനിക്ക് കൗതുകം തോന്നുന്നു. അപ്പോഴാണ് റിൻ യൂക്കിനെ ശ്രദ്ധിക്കുന്നത്. ഓഷി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇറ്റ്സോമി അവരെ നോക്കിയിരിക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് റിൻ ഓടിച്ചെന്ന് പിറകിൽ നിന്ന് യൂക്കിനെ പിടിച്ചിട്ട് ഹലോ പറയുന്നു. ഇത് കണ്ട് ഓഷി പറയും അവൾക്ക് കാലൊച്ച കേൾക്കാൻ പറ്റില്ല, സോ മാക്സിമം അവളെ പെട്ടെന്ന് പിറകിൽ നിന്ന് വന്ന് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഓഷി പോകുന്നു. റിൻ അങ്ങനെ ചെയ്തതിന് യൂക്കിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. യൂക്കി പിന്നെ റിന്നിനോട് പറയും നമ്മൾ നേരത്തെ ഇറ്റ്സോമിയുടെ കാര്യം സംസാരിച്ചില്ലേ, ഞാനത് ഡിസൈഡ് ചെയ്തു. എനിക്ക് അവനോട് ഇഷ്ടമാണ്. എക്സൈറ്റഡ് ആയിട്ട് റിൻ യൂക്കിനെ കെട്ടിപ്പിടിക്കും. ഈ ബഹളം കേട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇറ്റ്സോമി അങ്ങോട്ട് നോക്കും. ഇറ്റ്സോമി നോക്കുന്നത് കണ്ട് സൈൻ ലാംഗ്വേജിൽ യൂക്കി എന്തോ സംസാരിക്കുമെങ്കിലും അവനത് മനസ്സിലായില്ല. സോ അവൻ മെസ്സേജ് അയക്കും ആ സൈൻ എന്തായിരുന്നുവെന്ന്. അവൾ പറയും നീ ഫൈൻ ആണോ എന്നാണ് ചോദിച്ചതെന്ന്. അവനപ്പോൾ അതേ എന്ന് സൈനിൽ കാണിക്കും. പിന്നെ റിൻ യൂക്കിനെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകുവാണ്. യൂക്കിക്ക് തോന്നുകയാണ് ഇറ്റ്സോമിയുടെ സൈൻ ലാംഗ്വേജ് എന്നിൽ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ തവണ അവൻ എന്നെ നോക്കുമ്പോഴും തിരിച്ചു നോക്കാൻ കഴിയാത്ത വിധം ഒരു തരം നെർവസ് ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്നിൽ നിറയുന്നു. ഈ ഇമോഷൻ ശരിക്കും പ്രണയം തന്നെ ആയിരിക്കണം. അതെ, ഞാൻ ഇറ്റ്സോമിയുമായി പ്രണയത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എപ്പിസോഡ് 2 തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എപ്പിസോഡ് 3 നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.